ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം PSC നടത്തിയ KSIDC അറ്റൻഡർ എക്സാമിലെ 20 ക്വസ്റ്റ്യൻസും അവയുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്റ്റുകളും നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. 2, ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. 3, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഇതിൽ ഏതാണ് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന? ആൻസർ ബി, 2 മാത്രം. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. ഈ പ്രസ്താവനയാണ് തെറ്റ്. ലാഹോർ സമ്മേളനം നടക്കുന്നത് 1929 നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത്. ലാഹോർ സമ്മേളനത്തിൻ്റെ മറ്റ് പ്രത്യേകതകളാണ്: ത്രിവർണ പതാക അംഗീകരിച്ചു. ത്രിവർണ പതാക അംഗീകരിച്ചത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചതും ഇതേ ലാഹോർ സമ്മേളനത്തിലാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ശാരദ ആക്ട് നിലവിൽ വന്നതും ലാഹോർ സമ്മേളനത്തിലാണ്. ശാരദ ആക്ട്. അപ്പോൾ ലാഹോർ സമ്മേളനത്തിലാണ് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. 1929 നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് ലാഹോർ സമ്മേളനം നടന്നത്. ത്രിവർണ പതാക അംഗീകരിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ചത്. ശാരദ ആക്ട് നിലവിൽ വന്നു. ഇതൊക്കെയാണ് ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകതകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? 1, ഖേദ സമരം. 2, മീററ്റ് സമരം. 3, ചമ്പാരൻ സമരം. 4, ഹോം റൂൾ സമരം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? ആൻസർ ബി, 1ഉം 3ഉം മാത്രം. 1 ഖേദ സമരവും 3 ചമ്പാരൻ സമരവും. ഇതാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1917. ചമ്പാരൻ സത്യാഗ്രഹം 1917. അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. ഗാന്ധിജി പങ്കെടുക്കുന്ന രണ്ടാമത്തെ സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. അതുപോലെ തന്നെ ഖേദ സമരം 1918 തന്നെയാണ് ഖേദ സമരവും നടക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം 1917, അഹമ്മദാബാദ് തുണിമിൽ സമരം 1918, ഖേദ സമരം 1918. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ: 1, മൗണ്ട് ബാറ്റൻ പ്രഭു. 2, ഇർവിൻ പ്രഭു. 3, AV അലക്സാണ്ടർ. 4, സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ആൻസർ എ, 1ഉം 2ഉം. മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലായിരുന്നു. അപ്പോൾ അംഗമായിരുന്നവരാരൊക്കെയാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പെത്വിക് ലോറൻസും സ്റ്റാഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറുമാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1, 1798 നടപ്പിലാക്കിയത്. 2, കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. 3, അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ആൻസർ ബി, 2 മാത്രം. ആൻസർ ബി, 2 മാത്രം. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്തത് കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അതാണ് തെറ്റ്. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? നടപ്പിലാക്കിയത് വെല്ലസ്ലിയാണ്. 1798 വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. ടിപ്പുവിൻ്റെ മരണസമയത്തും പഴശ്ശി കലാപ സമയത്തും വെല്ലസ്ലി ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടിപ്പുവിൻ്റെ മരണവും പഴശ്ശി കലാപവും നടക്കുന്ന സമയത്ത് വെല്ലസ്ലിയുടെ ഭരണകാലമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. 1, മൗലാന മുഹമ്മദ് അലി. 2, മുഹമ്മദ് ജിന്ന. 3, സലീം അലി. 4, മൗലാന ഷൗക്കത്ത് അലി. ആൻസർ സി, 1ഉം 4ഉം.
മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഖിലാഫത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കളാണ് അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി ആയിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി. ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17-നാണ്. അപ്പം ഖിലാഫത്ത് കമ്മിറ്റി ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ആൻസർ ഡി, അയർലൻഡ്. അയർലൻഡിൽ നിന്നും കടമെടുത്ത മറ്റ് കാര്യങ്ങളാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ നോമിനേഷൻ, രാഷ്ട്രപതിയുടെ ഇലക്ഷൻ നടത്തുന്ന രീതി, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ ഇലക്ഷൻ നടത്തുന്ന രീതിയും അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ, രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ നോമിനേഷൻ, രാഷ്ട്രപതിയുടെ ഇലക്ഷൻ രീതി ഇവയൊക്കെ അയർലൻഡിൽ നിന്നും കടമെടുത്ത വസ്തുതകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശമാണ്? ആൻസർ ബി, മണിപ്പൂർ. മണിപ്പൂരിലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്ന അന്നു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. 1989 വരെ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 1989 വരെ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 21-ൽ നിന്നും 18 വയസ്സിലേക്ക് വോട്ടവകാശം മാറ്റിയത് 1989-ലെ 61-ാം ഭേദഗതിയോടുകൂടിയാണ്. 21-ൽ നിന്നും 18-ലേക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം മാറ്റിയത് 1989-ലെ 61-ാം ഭേദഗതി പ്രകാരമാണ്. രാജീവ് ഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് 1989-ലെ 61-ാം ഭേദഗതി പ്രകാരം 21 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് പ്രായപൂർത്തി വോട്ടവകാശം മാറ്റിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ബി, രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ സി, രാജസ്ഥാൻ. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇനി ഒരു സ്റ്റേറ്റ് മുഴുവനാണെങ്കിൽ രാജസ്ഥാൻ. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ. തദ്ദേശീയമായി പാസാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്. ആദ്യത്തെ രാജ്യം സ്വീഡൻ. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ. അരുണ റോയിയാണ് ഇതിൻ്റെ സ്ഥാപക. അരുണ റോയ് സ്ഥാപകയായ മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന. വിവരാവകാശ നിയമം പ്രകാരം ആദ്യ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർണൈ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആദ്യ അപേക്ഷ നൽകിയ വ്യക്തിയാണ് ഷാഹിദ് റാസ ബർണൈ. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചത്. പൂനെ പോലീസ് സ്റ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്?
ആൻസർ സി പാർലമെൻറ്റിനാണ് മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ടാണ് പാർട്ട് 3. പാർട്ട് 3യിലാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 12 മുതൽ 35 വരെ. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. 6 മൗലിക അവകാശങ്ങളുണ്ട്. മൗലികാവകാശത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹം TK മാധവൻ. 2 പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ. 3 ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. ഇതിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ബി 2 മാത്രം. പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30. പാലിയം സത്യാഗ്രഹം 1947 പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. പാലിയം സത്യാഗ്രഹം 1947. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ചട്ടമ്പി സ്വാമികളുടെ രചനകൾ: 1 വേദാധികാര നിരൂപണം, 2 ആത്മോപദേശ ശതകം, 3 അഭിനവ കേരളം, 4 ആദിഭാഷ. ആൻസർ എ 1ഉം 4ഉം. വേദാധികാര നിരൂപണവും ആദിഭാഷയുമാണ് തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ. ചട്ടമ്പി സ്വാമിയുടെ മറ്റ് രചനകളാണ് പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി, വേദാന്ത സാരം, ക്രിസ്തുമതഛേദം. പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി, വേദാന്ത സാരം, ക്രിസ്തുമതഛേദം ഇവയാണ് മറ്റ് കൃതികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ? ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ? 1 കോവിലകത്തും വാതുക്കൽ, 2 തൃശൂർ പൂരം ആരംഭിച്ചു, 3 കുളച്ചൽ യുദ്ധം നടന്നു, 4 കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ആൻസർ ഡി 1ഉം 2ഉം 4ഉം. കോവിലകത്തും വാതുക്കലും തൃശൂർ പൂരം ആരംഭിച്ചതും കൂടൽ മാണിക്യ ക്ഷേത്രം പുതുക്കി പണിതതും ശക്തൻ തമ്പുരാനാണ്. കുളച്ചൽ യുദ്ധം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ് നടത്തിയത്. മാർത്താണ്ഡവർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ആൻസർ ബി വൈകുണ്ഠസ്വാമികൾ. അയ്യങ്കാളിയുടെ സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സംഘടനയാണ് ആനന്ദ മഹാസഭ. ബ്രഹ്മാനന്ദ ശിവയോഗി. തൈക്കാട് അയ്യാഗുരു ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യാഗുരു. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? 1 കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം, 2 1721 ഇത് നടന്നത്, 3 കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു, 4 മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ആൻസർ സി 4 മാത്രം. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്, അതാണ് തെറ്റ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് 1721 നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ലോകകപ്പ് ഫുട്ബോളിൽ
രണ്ടാം സ്ഥാനക്കാരായ രാജ്യം, രണ്ടാം സ്ഥാനക്കാരായത് ആരാണ്? ആൻസർ ഡി, ഫ്രാൻസ്. 2022 ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നത് ഖത്തറിൽ വെച്ചാണ്. വിന്നർ അർജന്റീനയായിരുന്നു, റണ്ണേഴ്സ് അപ്പ് ഫ്രാൻസ്. അന്ന് ഗോൾഡൻ ബൂട്ട് നേടിയത് എംബാബെ, ഗോൾഡൻ ബോൾ നേടിയത് മെസ്സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല, ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല. ആൻസർ ബി, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണ് ഇടുക്കി. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഏറ്റവും വലുത് ഇടുക്കി, ആദ്യത്തേത് പള്ളിവാസൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഖാരിഫ് വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ബി, ബാർലി. ബാർലിയാണ് ഖാരിഫ് വിളയിൽ ഉൾപ്പെടാത്തത്. ബാർലി ഒരു റാബി വിളയാണ്. ബാർലി ഒരു റാബി വിളയാണ്. റാബി വിളകൾ ഓർത്തു വെക്കാനുള്ള കോഡാണ് പയർ ഗോ ബാക്ക്. പയർ ഗോ ബാക്ക്. പയറിൽ പയറും പുകയിലയും, ഗോയിൽ ഗോതമ്പ്, ബായിൽ ബാർലി, ഇക്കില് കടുകിൽ, ബാക്കിലെ ഇക്കില് കടുക്. അപ്പോൾ പയർ ഗോ ബാക്ക്, പയർ, പുകയില, ഗോതമ്പ്, ബാർലി, കടുക്. ഇതാണ് റാബി വിളകൾ. അപ്പോൾ ബാർലി ഒരു റാബി വിളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. ആൻസർ എ, 1998 മെയ് 17. 1998 മെയ് 17 അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലയിലെ കോട്ടപ്പുറത്താണ് വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അന്നേരത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് പാലോളി മുഹമ്മദ് കുട്ടി. തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് പാലോളി മുഹമ്മദ് കുട്ടി. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറത്താണെങ്കിലും അത് കുടുംബശ്രീ ആദ്യമായി നടപ്പിലാക്കിയത് ആലപ്പുഴയിലാണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് ശ്രീശക്തി. കുടുംബശ്രീയിലെ ശ്രീശക്തിയാണ് വെബ് പോർട്ടൽ. മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്തെ കോട്ടപ്പുറത്ത് വാജ്പേയി ഉദ്ഘാടനം ചെയ്തു. അപ്പോഴത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് പാലോളി മുഹമ്മദ് കുട്ടി. കുടുംബശ്രീ ഫസ്റ്റ് നടപ്പിലാക്കിയത് ആലപ്പുഴയിലാണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് ശ്രീശക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം. വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്? ആൻസർ ഡി, പെരുങ്കുളം. പെരുങ്കുളമാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 19 PN പണിക്കരുടെ ചരമദിനം. അപ്പം 1996 മുതലാണ് കേരള സർക്കാർ വായനാ ദിനമായി ജൂൺ 19 ആഘോഷിച്ചു വരുന്നത്. എന്നാൽ 2017 മുതൽ ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിച്ചു വരുന്നു. 1996 മുതൽ കേരള സർക്കാർ വായനാ ദിനമായി ആഘോഷിക്കുകയായിരുന്ന ജൂൺ 19 2017 മുതൽ ദേശീയ വായനാ ദിനമായി ആചരിച്ചു വരുന്നു. ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.